നാട്ടാനകൾ ഉണ്ടാക്കുന്ന ഉത്സവകാലത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ കൊയിലാണ്ടി മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഭീതിജനകമായ ഒരു കാഴ്ചയായിരുന്നു. ഒരാന മറ്റേ ആനയെ കുത്തുന്നു, രണ്ടും മതമിളകിയ ആനയാണ് അതിലൊന്നെന്ന് പറയപ്പെടുന്നു. അതേ തുടർന്നുണ്ടായ പുകില് പറയേണ്ട ആളുകളുടെ മരണം ഒരു മറക്കാനാവാത്ത കാഴ്ചകളായിരുന്നു. വല്ലാത്തൊരു സംഭവമായിരുന്നു ആ ഉത്സവ കാഴ്ചകൾ. അതെ അതെ. അതിനുശേഷം കോഴിക്കോട് ആന എഴുന്നള്ളപ്പിന് വിലക്കുണ്ടായിരുന്നു. ഒരു തീരുമാനമായിരിക്കുന്നു. അതെ, ഒരാനയെ എഴുന്നള്ളിപ്പിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു എന്നത്. വേറൊന്നും കൂടിയുണ്ട്, ജില്ലയിൽ നിന്നുള്ള ആനകളെ മാത്രം. എന്താണ് അതിന്റെ കുട്ടൻസ് ഒന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് മേഘയോട് ചോദിക്കാം. മേഘയാണ് അതിന് ഉത്തരം പറയാനുള്ളത്. മേഘ പറയും എന്തുകൊണ്ടാണ് ജില്ലയിൽ നിന്നുള്ള ആനകൾ മാത്രമെന്ന്. അതെ, ഞങ്ങളുടെ സംശയം അതാണ് മേഘ, എന്തുകൊണ്ടാണ് ജില്ലയിൽ നിന്നുള്ള ആനകൾ എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്നുള്ളതാണ്. ശരത്, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നു മുതലാണ് പുതിയ തീരുമാനം, ഇളവ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ഉത്സവം എന്നത് ഏകദേശം ഒരു വർഷം ആളുകൾ കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്നു മുതൽ ചെറിയ ഇളവുകളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ അനുമതിയുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഒരാനകളെ എഴുന്നള്ളിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ജില്ലകളിൽ നിന്നുള്ള ആനകൾ ആയിരിക്കണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു കാര്യം എന്നത് ഈ ആനകളുടെ ഒരു സഞ്ചാരം എവിടെയൊക്കെ പോയി എന്നത് ഒരു മാസത്തെ ഒരു കണക്ക് കൃത്യമായി തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ നൽകണം എന്നതാണ്. അതായത് ആനയുടെ യാത്രാ രേഖകൾ തയ്യാറാക്കി ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം. ആന എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നത് കൃത്യമായ രേഖകൾ ഉൾക്കൊള്ളുന്ന കാര്യം മാത്രം സമർപ്പിച്ചാൽ മാത്രമേ അനുമതി നൽകൂ എന്നതാണ് ഈ ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതായത് നാളെ വരെയാണ് ഇത്തരത്തിലൊരു ഇളവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള ആനകൾ വേണം എന്നൊരു നിർദ്ദേശം നിലവിൽ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതിൽ നൽകുന്നുണ്ട്. നേരത്തെ അനുമതിയുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ആനകളെ എഴുന്നള്ളിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ പൂർണ്ണമായും സഹകരിക്കണം എന്നതാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കലക്ടർ ഇന്നലെ ചേർന്ന യോഗത്തിൽ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം. കാരണം ഈ ഒരു ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവർക്ക് ഈ ക്ഷേത്രങ്ങൾ പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകണം. കാരണം പല ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിലും അത് പലപ്പോഴായി അനുസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരന്തങ്ങളിലേക്ക്, ഇത്തരത്തിൽ കൊയിലാണ്ടി ഉണ്ടായ അപകടങ്ങളിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് ഈ നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഈ ഇടച്ചങ്ങല ധരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗമുണ്ടെങ്കിൽ അത് നടത്താൻ പാടുള്ളൂ. ആനയുടെ കാലുകൾ ഈ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കണം. അതിനൊപ്പം പഴയ കെട്ടിടങ്ങളൊക്കെ തന്നെയും ഉണ്ടെങ്കിൽ അതിൽ ഒരു കാരണവശാലും ആളുകൾ കൂടി നിൽക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല. ഇനി 21-ന് ശേഷം ഉത്സവം നടത്തണം, ഈ ആനയെ എഴുന്നള്ളിപ്പിക്കണമെങ്കിൽ അത് കൃത്യമായി ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ ആനകളിലേക്ക് കടക്കുന്ന കാര്യങ്ങളിലേക്ക് അതിന് അനുമതി നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, അതായത് എഴുന്നള്ളിപ്പ് നടത്തുന്ന അമ്പല കമ്മിറ്റികൾ ഒരു മാസം മുൻപ് തന്നെ ഇത്തരത്തിൽ ഇൻഷുറൻസ്, ഡാറ്റ ബുക്ക് തുടങ്ങിയവ ഹാജരാക്കണം. ഒരാനയാണെങ്കിൽ ഈ ഉത്സവം, അമ്പല കമ്മിറ്റി, പരിസരമൊക്കെ തന്നെ ഇൻഷൂർ ചെയ്യണം. ഒരാനയാണെങ്കിൽ 50 ലക്ഷം, അതിൽ കൂടുതൽ ആനയാണെങ്കിൽ 1 കോടി, 4 ആനകൾക്ക് മുകളിലാണെങ്കിൽ 2 കോടി, അങ്ങനെ ഇൻഷൂർ ചെയ്യണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ഇത് ഇന്നു മുതൽ നേരത്തെ അനുമതി വാങ്ങിയ ഉത്സവങ്ങൾക്ക് മാത്രമാണ് ഇത് പ്രാവർത്തികമാവുക. നാളെ മുതൽ പുതിയ നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ ഉത്സവങ്ങളിൽ ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. ശരി മേഘ, വളരെ കാര്യമായി തന്നെ ആ ജില്ലയിൽ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ചാണ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചത്. അതായത് ഉണ്ടായൊരു ദുരനുഭവത്തിൽ നിന്ന് ഉത്സവങ്ങൾ നടത്തുമ്പോൾ വളരെ ജാഗ്രതയോടെ മുൻകൂർ അനുമതികൾ വാങ്ങി, പറയുന്ന നിബന്ധനകൾ പാലിച്ച്, നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചു പോകുക എന്ന് പറയുന്ന ഈ കാലത്തെ അനിവാര്യമായൊരു കാര്യമാണ്. അതിൽ നിന്നൊന്നും ആരും വിട്ടുപോകാതിരിക്കുക. ആളുകളുടെ ജീവൻ അത്ര വിലപ്പെട്ടതാണ്. അതിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കണം എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം നീക്കങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്.